ഗസയെ തീരദേശ സൗന്ദര്യ ഭൂമിയാക്കി മാറ്റും എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പല തവണകളായി ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബന്ദി കൈമാറ്റം സുഗമമാക്കി നടന്നിട്ടില്ലെങ്കിൽ ഗസയെ ക്രൂരമായി ചുട്ടുകരിക്കുമെന്നുള്ള ഭീഷണി മറുഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഗസയെ എത്തിക്കുക എന്നത് പാശ്ചാത്യ സയനിസ്റ്റ് ശക്തികളുടെ ഒരു ആവശ്യകതയാണ്. ആ ആവശ്യകത തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനം എന്നത് സംബന്ധിച്ച വാർത്തകൾ വരികയാണ്. ഗസയിൽ പലയിടങ്ങളിലായി ഇസ്രയേലിൻ്റെ ഷെല്ലാക്രമണവും വെടിവെപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കൊല്ലുന്നത് ഇസ്രയേൽ തുടരുന്നതിനാൽ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചതായി ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തടവുകാരെ മോചിപ്പിക്കില്ല എന്നാണ് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ശനിയാഴ്ചയായിരുന്നു തടവുകാരുടെ കൈമാറലുള്ള അടുത്തൊരു ഘട്ടം തീരുമാനിച്ചിരുന്നത്. 3 ഇസ്രയേൽ തടവുകാരെയായിരുന്നു അന്ന് മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചിരുന്നത്. ഇതോടെ ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ധിമോചനവും ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റവും അനിശ്ചിതത്വത്തിലായി തുടരുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായി തങ്ങൾ വെടിനിർത്തൽ കരാർ പ്രകാരം തടവുകാരെ മോചിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ശത്രുരാജ്യം കരാർ ലംഘിക്കുകയായിരുന്നു എന്നുമാണ് ഹമാസ് ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഗസയിലേക്ക് ആളുകൾ തിരികെ എത്തുന്നത് കരാർ പ്രകാരം അംഗീകരിച്ചതാണ്. ഇത് ഇസ്രായേൽ വൈകിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗസയിൽ പലയിടങ്ങളിലായി ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തി ആളുകളെ കൊല്ലുന്നത് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വ സഹായം എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു എന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ തുടർന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും അധിനിവേശ സേനയും ഇക്കാര്യത്തിൽ നീതി പാലിക്കണമെന്നും ഹമാസ് പറഞ്ഞിട്ടുണ്ട്. തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുകയും ഗസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുന്നതും വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതുമെല്ലാം കരാർ ലംഘനമാണ് എന്നാണ് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ ചൂണ്ടിക്കാട്ടുന്നത്. കരാർ പ്രകാരം ശനിയാഴ്ച നടക്കേണ്ട 3 സൈനികരുടെ മോചനം നീട്ടിവെച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ഖത്തറിൽ എത്തിയിരുന്നു. എന്നാൽ ഹമാസിന്റെ നീക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നോട്ട് വെക്കുന്നത്. സൈന്യത്തോട് സജ്ജരായിരിക്കുവാനുള്ള നിർദ്ദേശം നൽകിയതായും കാറ്റ്സ് പറഞ്ഞു. ശനിയാഴ്ച കരാർ പ്രകാരം ബന്ധികളെ കൈമാറിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഹമാസിന്റെ പ്രഖ്യാപനത്തിന്റെ പിന്നാലെ ടെൽ അവീവിൽ ബന്ധികളുടെ കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്നിരിക്കുകയാണ് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പിന്മാറരുത് എന്ന് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് അവരുടെ നീക്കങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധികളുടെ മോചനം പ്രതിസന്ധിയിലാകുന്നത് അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി ടെൽ അവീവിൽ ഇതിനോടകം തന്നെ റാലിയും നടന്നു. അതേസമയം തന്നെ ഗസയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവന കടുപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഗസ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അത് ഏറ്റെടുക്കും. ഗസയുടെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. മറ്റുള്ളവർക്കും ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ അത് ചെയ്യാം. എന്നാൽ ഹമാസ് ഗസയിൽ തിരിച്ചെത്താതിരിക്കാനും അവരത് സ്വന്തമാക്കില്ല എന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. തിരികെ വരാൻ ഗസക്കാർക്ക് ഇപ്പോൾ അവിടെ ഒന്നുമില്ല, തകർന്നടിഞ്ഞ സ്ഥലമാണത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ നെതന്യാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ട്രംപ് ഇക്കാര്യം പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഇതിനെതിരെ ഫലസ്തീൻ ജനതയും ലോകരാഷ്ട്രങ്ങളും തന്നെ രംഗത്തെത്തിയിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയെ അപലപിച്ച് ഹമാസും വളരെ ശക്തമായി കൊണ്ട് അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്സത്തുൽ റിഷ്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഗസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന് താക്കീത് ചെയ്ത അദ്ദേഹം ഗസ ഫലസ്തീൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഗസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നുവെങ്കിൽ അത് ഇസ്രായേൽ കയ്യേറിയ ഇടങ്ങളിലേക്ക് മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ടെലഗ്രാമിൽ പങ്കുവച്ചു. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഗസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയല്ല, 1948 അധിനിവേശത്തിന് മുൻപുള്ള ഫലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണത്. റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ മാനസികാവസ്ഥയോടെ ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് പരാജയമായിരിക്കും എന്നത് മറക്കേണ്ട. എല്ലാ കുടിയിറക്കൽ നാടുകടത്തൽ പദ്ധതികളെയും ഫലസ്തീൻ ജനത പരാജയപ്പെടുത്തും. ഗസ അവിടുത്തെ ജനങ്ങളുടേതാണെന്നും മറക്കരുത്. ഗസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നുവെങ്കിൽ അത് നേരത്തെ ഇസ്രായേൽ കയ്യേറിയ അവരുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും മാത്രമായിരിക്കുമെന്നുമാണ് റിഷ്ക് ടെലഗ്രാമിൽ പങ്കുവെച്ച
ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച എഴുത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്, പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്, ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള ഏത് നീക്കത്തെയും ജനം വിഫലമാക്കുമെന്നും ഹമാസ് നേതൃത്വം ആവർത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ട്രംപ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഭീമനാണ്. അദ്ദേഹത്തിന് ഗസ എന്ന് പറയുന്ന ഒരു തീരദേശ സൗന്ദര്യ ഭൂമിയാക്കി മാറ്റണം. അതിന് ഗസക്കാരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം. പലപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവും സാനിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ധാരാളം ഭൂമിയുണ്ട്, അഥവാ സൗദിക്ക് ധാരാളം ഭൂമിയുണ്ട്, മുസ്ലിങ്ങളെ ഏറ്റെടുക്കൽ അവരുടെ ബാധ്യതയല്ലേ, അവർ കൊണ്ടുപോകട്ടെ, ഇവരൊരു ബാധ്യതയാക്കി. എന്നാൽ ഇവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യത്തെ ഇവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഗസക്കാരുടേതാണ് എന്നതിൻ്റെ ആവശ്യകതയ്ക്ക് മേൽ അവർ ഒരു വാക്കും മറുവാക്കും പറയുന്നില്ല. പകരം ഗസക്കാരെങ്ങോട്ടെങ്കിലും പോകട്ടെ, ഞങ്ങൾ ഗസക്കാർ ഈ തകർന്ന ഭൂമിയിൽ ഇനി എങ്ങനെ ജീവിക്കും എന്നതാണ് ഈ പറയുന്ന ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അവർ അതിലാണ് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊടിക്കാറ്റൊക്കെ കൊണ്ട് അവർ അവിടെ ജീവിക്കണ്ടേ, അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരും, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതാണ് അവരുടെ യഥാർത്ഥ പ്രശ്നം. ഈ രീതിയിലേക്ക് ഇവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ട്രംപ് ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തുന്നു, ഒരു ഭാഗത്ത് ഇസ്രയേൽ ട്രംപിന് വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് ഇപ്പോൾ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തുന്നു, ഷെല്ലാക്രമണം നടത്തുന്നു. അവർ കരാറുമായിട്ട് ഒരു ബാധ്യതയും തങ്ങൾക്കില്ല എന്ന് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് ഒടുവിൽ ബന്ധികൾ കൈമാറ്റം ശനിയാഴ്ച നടന്നില്ലെങ്കിൽ ഹമാസിന് മേൽ ആ കുറ്റം ചാർത്തിക്കൊണ്ട് വീണ്ടും ഗസയെ ആക്രമിച്ചുകൊണ്ട് ട്രംപ് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുള്ള ഗൂഢമായ പദ്ധതി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. waytonikah.com, the exclusive Muslim matrimonial site.